KPCC പ്രസിഡന്റ് VM സുധീരൻ പറഞ്ഞതുപോലെ ഇത് ചരിത്രപരമായ വിധിയാണോ അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് എന്ത് കാര്യങ്ങളാണ് ഇതിൽ സംഭവിച്ചതെന്ന് വളരെ വസ്തുനിഷ്ഠമായി കൃത്യമായി മുൻപ് നടന്ന ചർച്ചയിൽ വിശദീകരിച്ചതാണ്, വിശകലനം ചെയ്തതാണ്. വിവിധ മേഖലകളിൽ വിവിധ ബ്യൂറോകളിൽ പ്രതിനിധികൾ ഒപ്പം ഇത് സംബന്ധിച്ച് വിലയിരുത്താൻ മറ്റ് നേതാക്കൾ അടക്കമുള്ളവർ നമുക്കിപ്പോൾ ഉണ്ട്. ഫാദർ പോൾ തേലക്കാട്, ഒപ്പം തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ PM മനോജ്, ശരത്ചന്ദ്ര പ്രസാദ്, സുധീഷ്, ഒപ്പം A സജീവൻ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ, അദ്ദേഹം കോഴിക്കോടും നമുക്കൊപ്പം നിലവിൽ ചേരുന്നുണ്ട്. ശ്രീ ശരത്ചന്ദ്ര പ്രസാദ്, ഇക്കാര്യത്തിൽ വളരെ സജീവമായി നേരത്തെ തന്നെ താങ്കൾ അഭിപ്രായം രേഖപ്പെടുത്തിയതാണെങ്കിലും വൈകി വന്ന പ്രേക്ഷകർക്കായി ഒരിക്കൽ കൂടി ഇതുവരെ സംഭവിച്ചത് കൃത്യമായി കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ഇതെങ്ങനെയാണ് ഇവിടെ വരെ എത്തിയത് എന്നുള്ളത് സുവ്യക്തമായ കാര്യം കൂടിയാണ്. ഇവിടെ ഇതിൻ്റെ ഓരോ ഘട്ടത്തിലും കൃത്യമായി കോടതിയുടെ വിമർശനം കോടതിയുടെ ഭാഗത്തുനിന്ന് സർക്കാരിനുണ്ടായിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. വളരെ സജീവമായ ചർച്ച ആ മേഖലകളിൽ പോയിട്ടുമുണ്ട്. കൃത്യമായി ഇവിടെ ഒരു മദ്യനയം ഉണ്ടായിരുന്നോ എന്ന് പോലും ആശങ്കയുണ്ടായിരുന്നു. അതിലും ചർച്ച നടന്നതാണ്. ആ മദ്യനയം രൂപീകരിക്കാതെ കൃത്യമായി അത് കോടതിയുടെ പെടലിൽ ഇട്ടുകൊടുത്തു. അതാണ് നിലവിൽ ഈ അവസ്ഥയിൽ എത്തിച്ചേർന്നത് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അതിനെ? കോടതിയുടെ പെടലിലേക്ക് ഗവൺമെൻറ് എല്ലാം ഇട്ടുകൊടുത്തത്. ഗവൺമെൻറ് ഒരു നയം പ്രഖ്യാപിച്ചു. ആ നയത്തെ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുകയാണ് ഉണ്ടായത്. ഇത് വാദിച്ച് കുഴപ്പത്തിൽ ചാടാൻ വേണ്ടി പോയ ആളുകളാണ്. ഗവൺമെൻറ്റുമായി ആവശ്യമില്ലാതെ ഒരു യുദ്ധവും നടത്തി ഒടുവിൽ നിയമപരമായ യുദ്ധത്തിന് കോടതിയിൽ പോയപ്പോൾ കോടതി പറഞ്ഞു ഗവൺമെൻറ്റിൻ്റെ നയത്തിൽ ഞങ്ങൾ ഇടപെടാൻ തയ്യാറല്ല എന്ന് കോടതി പറഞ്ഞു. കോടതി അക്കാലത്ത് വാദമുഖങ്ങളിൽ വാദിഭാഗത്ത് നിൽക്കുന്നവരും പ്രതിഭാഗത്ത് നിൽക്കുന്നവരും അവരുടെ വാദമുഖങ്ങൾ നിരത്തിയിരുന്നു. അത് ഗവൺമെൻറ് എടുത്തൊരു സുവ്യക്തമായ ഒരു നിലപാടുണ്ട്. ആ നിലപാട് ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള കാര്യങ്ങൾ ചെയ്തുള്ള നിലപാടാണ്. ആ നിലപാടിൻ്റെ ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആ നിലപാടിന് 100% ചിലപ്പോൾ ശരി ഉണ്ടാകണമെന്നില്ല. അതിൻ്റെ തെറ്റായ വശങ്ങളുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാനുള്ള ബാധ്യത കേരളത്തിലെ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കുണ്ട്. അത് സുതാര്യമായി അത് നേർക്കാഴ്ചയോടെ ഈ വീക്ഷണത്തിൽ ഗവൺമെൻറ്റിൻ്റെ ഈ മദ്യനയത്തിൽ വീഴ്ചകളുണ്ടെങ്കിൽ അത് തിരുത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ ചൂണ്ടിക്കാണിച്ചാൽ UDFും ഗവൺമെൻറ്റും അത് തിരുത്തും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഗവൺമെൻറ് അത് തയ്യാറാണ്. തുറന്ന സമീപനമാണ് ഗവൺമെൻറ് ഈ കാര്യത്തിലുള്ളത്. മദ്യനയം എടുത്തത് തന്നെ ഇവിടെ എല്ലാവരും ചർച്ചയിൽ പറഞ്ഞതുപോലെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ വരെ മദ്യപിച്ചുകൊണ്ട് 8ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും +1 +2 പഠിക്കുന്ന കുട്ടികൾ വരെ സ്കൂളിൽ ക്ലാസ് മുറിയിൽ മദ്യപിച്ചുകൊണ്ട് പോയിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്ന അപകടകരമായ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ തന്നെ സർവേകളിൽ കേരളം ഒരു അപവാദമായി നിൽക്കുന്നു എന്ന സ്ഥിതിയിലേക്ക് മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് ഒരു രാജ്യത്തോട് പോലും കിടപിടിക്കാൻ കഴിയുന്ന രീതിയിൽ കേരളമായി കഴിഞ്ഞു. അങ്ങനെ ഒരു ചേതോവികാരത്തിൽ നിന്ന് എന്നാൽ മദ്യം നിരോധിച്ചേക്കാം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു നടപടിയുടെ കോൺഗ്രസിന്റെ അടിസ്ഥാനപരമായ ലക്ഷ്യം ഘട്ടം ഘട്ടമായി മദ്യ നിരോധനം. അത് പഴയ കാലങ്ങളിൽ ഉദയഭാനു കമ്മീഷൻ അടക്കം വന്നപ്പോൾ എല്ലാം പറഞ്ഞിട്ടുള്ളത്. ആ ഘട്ടം ഘട്ടമായി നിരോധിക്കുന്ന ഭാഗമായി കഴിഞ്ഞ UDF ഗവൺമെൻറ് പ്രകടന പത്രികയിലും പറഞ്ഞിരുന്നു. അത് ഈ ഗവൺമെൻറ് വന്നപ്പോൾ 10% വെച്ച് സർക്കാരിൻ്റെ ബെവറേജ് കോർപ്പറേഷൻ്റെ ഔട്ട്ലെറ്റുകൾ മാറ്റിക്കൊണ്ടിരുന്നു. ഈ കഴിഞ്ഞ 4 കൊല്ലം 10% വെച്ച് മാറ്റിയില്ലേ? അപ്പോൾ ഗവൺമെൻറ് സുവ്യക്തമായി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ പാളിച്ചകളുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കേണ്ടവർ ചൂണ്ടിക്കാണിക്കട്ടെ. അതുകൂടി പരിഹരിച്ചുകൊണ്ട് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളെ പൂർണ്ണമായി വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഇത് മുമ്പോട്ട് പോയെങ്കിൽ മാത്രമേ ഗവൺമെൻറ് ഇത് പൂർണ്ണതയിലെത്തിക്കാൻ കഴിയൂ. ഒപ്പം ബോധവൽക്കരണത്തിൻ്റെ കാര്യത്തിലും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മദ്യവിരുദ്ധ പ്രവർത്തനം ഒരു കർമ്മ പരിപാടിയാക്കി മാറ്റട്ടെ. അപ്പോൾ സ്വാഭാവികമായി ബോധവൽക്കരണത്തിനൊരു ശക്തി ഉണ്ടാകും. എല്ലാ പാർട്ടികളും അത് ഏറ്റെടുക്കട്ടെ. ഇതൊരു കർമ്മ പദ്ധതിയായി. ശ്രീ PM മനോജ് നേരത്തെ തന്നെ സൂചിപ്പിച്ചതാണ്, ഇവിടെ ഇത് പൂർണ്ണമായും സർക്കാരിൻ്റെ വിജയമായി അവർ അവകാശപ്പെടുന്നുണ്ട്. അതിനെ അങ്ങനെ കാണാമോ? ഇദ്ദേഹം പറഞ്ഞതുപോലെ, ശരത്ചന്ദ്ര പ്രസാദ് പറഞ്ഞതുപോലെ ഒരു വലിയ അളവിൽ വലിയ തോതിൽ നമ്മുടെ പൊതുസമൂഹത്തെ ഈ മദ്യം ഗ്രസിക്കുന്നുണ്ട്. അവിടെ നിന്ന് മദ്യവിമുക്തമാക്കിയേക്കാം കേരളത്തെ, സമ്പൂർണ്ണ മദ്യവിമുക്ത കിനാശേരി എന്ന് തമാശയിൽ പറയുന്നത് പോലെ. ആ സ്വപ്നം കണ്ടുകൊണ്ട് ഇറങ്ങി തിരിച്ചതാണോ? അതിൻ്റെ പരിണാമഗുപ്തിയാണോ, പരിണത ഫലമാണോ നിലവിൽ സംഭവിച്ചത്? ഒരിക്കലും അല്ല. ഈ മദ്യനിരോധനം എന്നൊക്കെ ശരത്ചന്ദ്ര പ്രസാദും മറ്റൊരുപാട് കോൺഗ്രസ്സുകാരും പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ നയം മദ്യനിരോധനം ഉദ്ദേശിച്ചിട്ടുള്ളതല്ല. സമ്പൂർണ്ണ നിരോധനത്തിൻ്റെ 7 അയലത്ത് പോലും പോകുന്ന നയമല്ല ഇത്. ഏതാനും മദ്യഷാപ്പുകൾ പൂട്ടാനുള്ള നയമാണ് ഇവർ ചെയ്തത്. ആ മദ്യഷാപ്പുകൾ പൂട്ടുക എന്ന് പറയുമ്പോൾ ഒരു ഭാഗത്ത് ഈ സാധാരണ ഹാർഡ് ലിറ്റർ വിൽക്കുന്നത് ഒഴിവാക്കിയിട്ട് ബിയറും വൈനും വിൽക്കാനുള്ള നയം. അത്രയേ ഉള്ളൂ ഈ നയത്തിന്. അതിലപ്പുറം ഒരു പ്രാധാന്യം ഈ നയത്തിന് കേരളത്തിലെ മദ്യപന്മാർക്കിടയിലോ മദ്യത്തിൻ്റെ ഉപഭോഗത്തിൻ്റെ കാര്യത്തിലോ മറ്റേതെങ്കിലും കാര്യത്തിലോ ഈ നയത്തിൻ്റെ ഇമ്പാക്റ്റ് ഒരാളെ പോലും മദ്യപനല്ലാതാക്കിയിട്ടില്ല. ഒരാൾക്ക് പോലും മദ്യലഭ്യത ഇല്ലാതാക്കിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഈ 806
ബിയർ പാർലർ പ്രവർത്തിക്കരുതല്ലോ എന്ന് മാത്രമല്ല പിന്നെ വ്യാജ മദ്യത്തിൻ്റെ ഒഴുക്ക് കേരളത്തിലേക്കുണ്ട് എന്ന് കേരളത്തിൻ്റെ എക്സൈസ് മന്ത്രി തന്നെ പറയുകയും കോൺഗ്രസിൻ്റെ ഇന്ന് ജീവിച്ചിരിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ നേതാവ് AK ആൻ്റണിയാണ്. ആ AK ആൻ്റണി പറഞ്ഞത് കാറ് ബാറായി എന്നാണ്. അതായത് നാട്ടിൽ ഒരു നിയന്ത്രണവുമില്ലാതെ മദ്യം ഒഴുകുന്ന അവസ്ഥ സൃഷ്ടിച്ച നയമാണിത്. അതുകൊണ്ട് തന്നെ മദ്യനിരോധനം പറഞ്ഞ് കോൺഗ്രസ്സുകാർ നടക്കേണ്ട കാര്യമില്ല. അവർ മദ്യമുതലാളിമാരിൽ നിന്ന് കാശ് വാങ്ങാനുള്ള പഴുത് ഈ നയത്തിലൂടെ ഉണ്ടാക്കുകയും അതിൻ്റെ ഭാഗമായി ഒരു മന്ത്രിയെ ബലി കൊടുക്കുകയും ചെയ്ത ആളുകളാണ്. KM മാണി നിസ്സാരക്കാരനല്ലല്ലോ, UDF ഏറ്റവും സീനിയറായിട്ടുള്ള നേതാവാണ്. ആ നേതാവിൻ്റെ രാജിയിലേക്ക് പോലും എത്തിച്ച നയവൈകല്യം അത് ചരിത്രപ്രസിദ്ധമെന്നൊക്കെ സുധീരന് പറയാം. കാരണം അദ്ദേഹം ഇതെല്ലാം എൻ്റെ വ്യക്തിപരമായ കാര്യമാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന ആളാണല്ലോ. അതുകൊണ്ട് തന്നെ ഈ വോട്ട് 2 വേട്ടയാണ് നടന്നത്. ഒന്ന് വോട്ട് വേട്ട, ഒന്ന് ധനവേട്ട. അതായത് ഞങ്ങൾ മദ്യവിരുദ്ധരാണ് എന്ന് പറഞ്ഞ് നമ്മുടെ പിന്നെ നമ്മുടെ ഫാദറിനെ പോലെയുള്ള ആളുകളെ വളരെ ആത്മാർത്ഥമായിട്ട് മദ്യത്തിനെതിരായി ചിന്തിക്കുന്ന ആളുകളെ കബളിപ്പിക്കാനുള്ള ശ്രമം, അതിൻ്റെ ഭാഗമായി കിട്ടാനുള്ള വോട്ടുകൾ അത് കിട്ടുമോ എന്നുള്ള ശ്രമം. 2 പണം എണ്ണി വാങ്ങി 10 ലക്ഷം വെച്ച് 5 ലക്ഷം വെച്ച് 3 ലക്ഷം വെച്ച് എലിഗൻസ് ബിനോയിയെ പോലെയുള്ള ഒരു ബാർ ഉടമയ്ക്ക് അതുപോലെ ബിജു രമേശ് ഇങ്ങനെയുള്ള ആളുകൾക്ക് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും വിരട്ടാൻ വരണ്ടെന്നാണ് സുധീരൻ പറഞ്ഞത്. വിരട്ടാൻ മാത്രമല്ല മന്ത്രിമാരെ വീട്ടിലേക്ക് അയക്കാൻ വരെ കഴിയുന്ന അവസ്ഥ. ദയനീയമാണ് കേരളത്തിലെ രാഷ്ട്രീയം. ആ രാഷ്ട്രീയം നയിക്കുന്ന ആളുകളാണ് ഈ ഉമ്മൻചാണ്ടിയും കൂട്ടരും K ബാബു അടക്കമുള്ള ആളുകൾ. മുസ്ലിം ലീഗിന് അത് പറയാം. കാരണം അന്ന് തന്നെ കാശ് കൊണ്ടു കൊടുത്തപ്പോൾ കുഞ്ഞാലിക്കുട്ടി ഇത് വേണ്ട, നമുക്കിത് ഹറാമാണ് എന്ന് പറഞ്ഞ് തിരിച്ചയച്ചതാണ് നമുക്ക് കിട്ടിയ വാർത്ത, പുറത്ത് വന്ന വിവരം. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിന് അഭിമാനിക്കാം, അവർ പറഞ്ഞത് തെറ്റൊന്നുമില്ല. ഫാദർ പോൾ തേലക്കാട് അദ്ദേഹം നമുക്കിപ്പം നിലവിൽ സ്റ്റുഡിയോ തുടരുന്നുണ്ട്. ഫാദർ, ഇക്കാര്യത്തിൽ പൂർണ്ണമായും ആശ്വസിക്കേണ്ട ഒരു ഘട്ടം എന്നതിനെ കരുതാമോ? പ്രത്യേകിച്ച് 22 ക്ലബ്ബുകൾ, മറ്റ് അനവധിയായ ബിയർ വൈൻ ഷോപ്പുകൾ ഒരർത്ഥത്തിൽ ഒരു സാമൂഹിക പഠനം നടത്തിയതനുസരിച്ച് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു തലമുറ നിലവിൽ ഒരു 10 വർഷത്തിനകം ഉണ്ടാകും എന്നാണ് പറയപ്പെടുന്നത്. അത്തരത്തിലുള്ള മദ്യവിതരണമാണ് നിലവിൽ കേരളത്തിൽ നടക്കുന്നത്. നമുക്ക് പൂർണ്ണമായും ആശ്വസിക്കേണ്ട ഒരു ഘട്ടമായോ? തീർച്ചയായിട്ടും ആയിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായിട്ടും ഇന്ന് സുപ്രീം കോടതി കേരളത്തിൻ്റെ മദ്യനയത്തെ അംഗീകരിക്കുക മാത്രമാണ് അതേസമയം ആ മദ്യനയം എടുത്ത സമീപനങ്ങളെക്കുറിച്ചോ അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചോ ഒന്നുമല്ല കോടതിയുടെ വിധി ഉണ്ടായിട്ടുള്ളത്. സർക്കാരിന് അങ്ങനെ ഒരു മദ്യനയം ഉണ്ടാക്കാൻ അവകാശമുണ്ട്, അത് കോടതി അംഗീകരിച്ചിരിക്കുന്നു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കേരളത്തിലെ ജനങ്ങൾക്കുണ്ടാകുന്ന മദ്യാസക്തിയെക്കുറിച്ച് നമ്മൾ എല്ലാവരും ഒരേ അഭിപ്രായക്കാരാണ്. അത് ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും ഒരേ അഭിപ്രായം പറയണം. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഐക്യരാഷ്ട്ര സംഘടനയുടെ UN ഹെൽത്ത് ഓർഗനൈസേഷനുണ്ട്, അതിൻ്റെ ഗൗരവമായ പഠനങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അതിൻ്റെ പഠനമനുസരിച്ച് ലോകത്തിലെ ആവറേജ് ഒരാൾ ഒരു കൊല്ലം ഒരു ആവറേജ് കുടിക്കുന്ന ഒരു മദ്യത്തിൻ്റെ അളവ് 6.13 ലിറ്റർ ആണെന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. എന്നാൽ അത് കേരളത്തിൽ 10.2 അമേരിക്കൻ രാജ്യത്തിൽ പോലും 8.67 ഉള്ളൂ. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പോലും 6.15 ഉള്ളൂ. അങ്ങനെയുള്ള അപകടകരമായ തലത്തിലേക്ക് എത്തിയിരിക്കുന്നു. നമ്മുടെ കുടുംബ പ്രശ്നങ്ങൾ, വിവാഹ പ്രശ്നങ്ങളിലെല്ലാം മദ്യം കടന്നുകൂടുന്നു. അതുപോലെ തന്നെ അക്രമങ്ങളിൽ ഉണ്ടാകുന്നു, റോഡ് അപകടങ്ങൾ ഉണ്ടാകുന്നു, വിദ്യാർത്ഥികളുടെ പഠനത്തെ ബാധിക്കുന്നു, ഗൗരവമായ കരൾ രോഗം, ക്യാൻസർ തുടങ്ങിയ രോഗത്തിൻ്റെ പ്രതിസന്ധികൾ ഉണ്ടാകുന്നു. ഇതൊക്കെ ഒരു സാമൂഹ്യ പ്രശ്നമാണ്. ഇതിനെ നേരിടേണ്ടതിന് എങ്ങനെയാണ് നേരിടേണ്ടതിനെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും ഇത് നേരിടണമെന്ന കാര്യത്തിൽ ഒരഭിപ്രായമാണ് ഇവിടെ എല്ലാ പാർട്ടികൾക്കും ഉള്ളത്. അതാണ് നമ്മുടെ ഗൗരവമായ പൊതുവായ അംഗീകാരം. അത് വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഇന്ത്യയിലെ സുപ്രീം കോടതി സർക്കാരിന് അനുമതി കൊടുത്തിരിക്കുകയാണ്. ഇനി കാര്യക്ഷമമായി ആത്മാർത്ഥതയോടെ നടപ്പിലാക്കേണ്ട കാര്യമാണുള്ളത്. നടപ്പിലാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ വ്യാജമദ്യങ്ങൾ ഉണ്ടാകും, ഇവിടെ മദ്യത്തിന് പുറത്ത് മയക്കുമരുന്ന് വ്യവസായമുണ്ട്, കുട്ടികളെ പോലും അപകടപ്പെടുന്നതാണ്. ഇതെല്ലാം നിയന്ത്രിക്കാൻ കഴിയണമെങ്കിൽ ക്രിയാത്മകമായ നടപടികൾ ഉണ്ടാകണം. പ്രത്യേകിച്ച് ബോധവൽക്കരണം. നമ്മൾ ഓർക്കേണ്ടതുണ്ട്, ആളുകൾ തീരുമാനിക്കാതെ, ആളുകൾ സ്വതന്ത്രമായി തീരുമാനിക്കാതെ മദ്യത്തിൽ നിന്ന് മുക്തി നേടില്ല. അതുകൊണ്ട് ആളുകളെ ആ തീരുമാനത്തിലേക്ക് എത്തിക്കത്തക്ക വിധം അവരെ ബോധവൽക്കരിക്കുകയും വിദ്യാഭ്യാസ പദ്ധതിയിലൂടെ, പരസ്യങ്ങളിലൂടെ, സാമൂഹ്യ ബോധനത്തിലൂടെയൊക്കെ ജനങ്ങളിത് പഠിപ്പിക്കണം. ഇവിടെ സിഗരറ്റ് വലി, പുകവലിയൊക്കെ നിയന്ത്രിച്ചത് അങ്ങനെയാണ്. മുടക്കുകൾ കൊണ്ട്, നിരോധനങ്ങൾ മാത്രം ഇത് നടപ്പിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അത് സർക്കാരിന് അറിയാവുന്നതാണ്. നടപ്പിലാക്കിയാൽ അത് നടപ്പിലാകില്ല, വ്യാജമായി മറ്റു വിധത്തിലൊക്കെ ഉണ്ടാകും. അതുകൊണ്ട്
ആത്മാർത്ഥമായി ഇതിനകത്തിൽ സർക്കാരും മറ്റ് പാർട്ടികളും ഒന്നിച്ച് ആ ഒരു കാര്യത്തിൽ മാത്രം ഇത് നിയന്ത്രിക്കണമെന്ന കാര്യത്തിലെങ്കിലും ഒന്നിച്ചുകൊണ്ട് അതിൻ്റെ പ്രത്യേക കാര്യങ്ങളെക്കുറിച്ച് സർക്കാരുകളും തുടർച്ചയായ നടപടിയെടുക്കണമെന്ന് മാത്രമാണ് പറയാനുള്ളത്. അങ്ങനെ ഫാദർ, അത് എത്രത്തോളം അതിവിദൂരമായ സ്വപ്നമാണ് എന്നുള്ളത് ഒരു വസ്തുതയായി നമുക്ക് മുന്നിൽ നിൽക്കും എന്നാണ് തോന്നുന്നത്. മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എ സജീവൻ, അദ്ദേഹം കൂടി നമുക്കിപ്പം നിലവിൽ ചേരുന്നുണ്ട്. ഈ സർക്കാരിന്റെ മദ്യനയത്തിൽ ഇടപെടാൻ കോടതികൾക്ക് അവകാശമില്ല എന്ന പൊതുധാരണയെ ഒരർത്ഥത്തിൽ തത്വത്തിൽ അംഗീകരിക്കുക കൂടിയായിരുന്നല്ലോ സുപ്രീം കോടതിയുടെ 2 വാചകത്തിലുള്ള വിധിയിലൂടെ ശ്രീ എ സജീവൻ. അതായത് സർക്കാരിന്റെ വിവേചന അധികാരമാണ് മദ്യനയം, അത് അവർക്ക് കൃത്യമായി തീരുമാനിക്കാം എന്നാണ് പറഞ്ഞത്. നിലവിൽ ഒരർത്ഥത്തിൽ പന്ത് വീണ്ടും ബാർ ഉടമകളുടെ കോർട്ടിലേക്ക് കൂടി പോവുകയാണോ? എലഗൻ ബിനോയ് അടക്കം ചില കൃത്യമായ സൂചനകൾ തന്നിരുന്നു, ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കും എന്നതടക്കം. ഈ കഴിഞ്ഞകാല ചരിത്രം പരിശോധിച്ചാൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നത് സംബന്ധിച്ച് മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? സുപ്രീം കോടതി വളരെ വ്യക്തമായിട്ടുള്ള നിലപാട് പറഞ്ഞിട്ടുണ്ട്. സുപ്രീം കോടതി ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല. ഇത് സർക്കാരിൻ്റെ നയമാണ്. സർക്കാരിന് നയം രൂപീകരിക്കാനും നടപ്പാക്കാനുമുള്ള അവകാശമുണ്ട്, അത് നടപ്പാക്കാം. പക്ഷേ ഈ നയം ശരിയാണോ തെറ്റാണോ എന്നും സുപ്രീം കോടതി പറഞ്ഞില്ല. നമ്മൾ അതിനെക്കുറിച്ചാണ് പല ആളുകൾ അവകാശവാദം ഉന്നയിക്കുന്നത്. സർക്കാരിൻ്റെ നയം അംഗീകരിച്ചിരിക്കുന്നു. സർക്കാരിൻ്റെ നയം അംഗീകരിച്ചിട്ടൊന്നുമില്ല. സർക്കാരിൻ്റെ നയം ഇതാണ്. ആ നയം നടപ്പാക്കാനുള്ള അവകാശം സർക്കാരിനുണ്ടെന്നേ പറഞ്ഞുള്ളൂ. ഞാൻ പറയുന്നത് സർക്കാരിൻ്റെ നയം ശരിയാണോ തെറ്റാണോ എന്നുള്ള കാര്യത്തിലാണ്. ഇവിടെ സർക്കാർ ഇപ്പോൾ നടപ്പാക്കിയിട്ടുള്ള കുറേ ബാറുകൾ, 418 ബാറുകൾ അടച്ചുപൂട്ടിയിട്ട് അതിൻ്റെ ഇരട്ടിയോളം ബീർ പാർലറുകൾ തുറക്കുമ്പോൾ എവിടെയാണ് ലഹരിയുടെ ഉപയോഗം കുറയുന്നത്? ഞാനതുകൊണ്ടാണ് നേരത്തെ ചർച്ചയിൽ പറഞ്ഞിരുന്നത്, ഇതിൻ്റെ ഈ പേഴ്സൻറ്റേജ് വെച്ചുകൊണ്ട് ലഹരി ഒരാൾ ഉപയോഗിക്കുന്ന ബീർ കഴിച്ചാലും വൈൻ കഴിച്ചാലും വിസ്കി ആണെങ്കിലും ബ്രാൻഡി ആണെങ്കിലും ഒക്കെ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ലഹരിയുടെ അളവിൽ കുറവ് വരുന്നില്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ സർക്കാരിൻ്റെ നയം ഗംഭീരമാവുന്നത്? അപ്പോൾ ശരിക്കും ഈ ഒരു ഘട്ടത്തിൽ കോടതി ഇവിടെ ഒരു ഓപ്ഷൻ പറഞ്ഞിട്ടുണ്ട്, സർക്കാരിന് വളരെയധികം നന്ദി ശ്രീ എ സജീവൻ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ഒപ്പം ന്യൂസ് റൂമിൽ എത്തി വിശദമായ ചർച്ച ഇക്കാര്യത്തിൽ നടത്തുകയും ചെയ്തു ശ്രീ ശരത്ചന്ദ്ര പ്രസാദ്, ഒപ്പം PM മനോജ്, സുധീഷ്, ഫാദർ പോൾ തേലക്കാട്ട്, അദ്ദേഹം കൊച്ചി സ്റ്റുഡിയോയിലുമായിരുന്നു. വളരെയധികം നന്ദി. എന്തായാലും കേരളത്തിലെ പൂട്ടിയ ബാറുകൾ ഇനി ഒരിക്കലും തുറക്കില്ല സർക്കാർ വിധിയുടെ അടിസ്ഥാനത്തിൽ. പക്ഷേ തുടർ നടപടികൾ മുന്നോട്ട് പോകും എന്നാണ് ബാർ ഉടമകൾ പറയുന്നത്.